ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ബി.ജെ.പിക്ക് നിലവിലുള്ള വലിയ ഒരു അപ്രമാദിത്വം എല്ലാം കണക്കിലെടുക്കുമ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ നരേന്ദ്രമോദിക്ക് തീരുമാനിക്കാം ഇനി എപ്പോൾ ഒഴിയണം, എത്ര നാൾ തുടരണം എന്നുള്ളത് സംബന്ധിച്ച്. സച്ചിൻ ടെണ്ടുൽക്കർക്ക് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എത്ര നാൾ തുടരണം എന്ന് അദ്ദേഹത്തിന് മാത്രം ലഭിച്ച ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിനും ഒരു സ്വാതന്ത്ര്യം നൽകുമായിരിക്കും എന്ന് തോന്നുന്നു. കുറേ പേരൊക്കെ അങ്ങനെ വാദിക്കുന്നുണ്ട്. ഈ ബി.ജെ.പി അനുഭാവികളാണെങ്കിൽ തന്നെയും മറ്റ് നിഷ്പക്ഷരാണെങ്കിൽ തന്നെയും നിരീക്ഷകരാണെങ്കിൽ ഒരു വിഭാഗവും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അല്ല, അത് ചിന്തിക്കുന്നുണ്ട്. അതുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശക്തി. കാരണം എന്ന് വെച്ചാൽ ഇതിലൊരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബി.ജെ.പിയിലെ രണ്ടാം നിരയിലും മൂന്നാം നിരയിലൊക്കെ ശക്തരായ ഒരുപാട് നേതാക്കന്മാരുണ്ട്. പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ വാജ്പേയിയുടെ സമയത്ത് തന്നെ വാജ്പേയി, അദ്വാനി, ജോഷി കഴിഞ്ഞാൽ ഏറ്റവും നല്ല സെക്കൻഡ് ലൈൻ ലീഡർഷിപ്പ് ഉണ്ടായിരുന്ന ദേശീയ പാർട്ടി ബി.ജെ.പിയാണ്. കാരണം ബി.ജെ.പിക്ക് നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരുപാട് രണ്ടാം നിര നേതാക്കന്മാരുണ്ടായിരുന്നു. പ്രമോദ് മഹാജൻ ഉണ്ടായിരുന്നു, ഗോപിനാഥ് മുണ്ടെ ഉണ്ടായിരുന്നു, അതുപോലെ സുഷമ സ്വരാജ്, അരുൺ ജെയ്റ്റ്ലി, ഇങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇവരിൽ ആരെങ്കിലും ആയിരിക്കും ഇവരുടെ പിൻഗാമിയായിട്ട് വരിക എന്ന് നമ്മളൊക്കെ വിചാരിക്കും. പക്ഷേ ആരും പ്രതീക്ഷിക്കാതെ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന ആളാണ് നരേന്ദ്രമോദി. ഗുജറാത്ത് കലാപത്തിൽ വലിയ ചീത്തപ്പേരുണ്ടാകുന്നു. പിന്നീട് അതിനെ അദ്ദേഹം മറികടക്കുന്നു. ഒരു വലിയ വികസനത്തിൻ്റെ മിശിഹയായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. വ്യവസായികളുടെ വലിയ പിന്തുണ കിട്ടുന്നു, RSSൻ്റെ പിന്തുണ കിട്ടുന്നു. പിന്നെ ഇദ്ദേഹം ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്കാരനാണ്, പിന്നാക്ക സമുദായക്കാരനാണ്. ഇപ്പം മണ്ഡൽ രാഷ്ട്രീയത്തെ ചുരുട്ടി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടി ഇദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്തു. അങ്ങനെ OBC വിഭാഗത്തിൽ നിന്നുള്ളൊരു നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം വളരെ ശക്തമായൊരു മുന്നേറ്റം നടത്തുന്നു. അങ്ങനെ അതിശക്തനായ, അല്ലെങ്കിൽ വളരെ RSS ഈ ബി ജെ പി ആക്കിയ ആളാണ് അദ്വാനി. അദ്വാനിയെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് അദ്ദേഹം ഈ സ്ഥാനത്ത് വരുന്നു. വന്നപ്പോഴും ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എതിരാളികളുടെ ഭാഗത്തുള്ള പോരായ്മകൾ കൊണ്ടും UPA സർക്കാരിനോട് ജനങ്ങൾക്കുണ്ടായിരുന്ന ഒരു വിപ്രതിപത്തി കൊണ്ടും അദ്ദേഹത്തിന് അടിച്ചു കയറാൻ പറ്റി. 2014 വലിയ ഭൂരിപക്ഷത്തോടെ വന്നു, 2019 കൂടിയ ഭൂരിപക്ഷത്തോടെ വന്നു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞു, കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും വളരെ ശക്തമായ രീതിയിൽ അദ്ദേഹം തിരിച്ചു വന്നു. അപ്പോൾ 5 കൊല്ലം പിന്നിട്ട സർക്കാരിനോട് ജനങ്ങളുടെ ഇടയിൽ ഒരു എതിർപ്പുണ്ടാവും. 10 കൊല്ലമാകുമ്പോൾ വളരെ കൂടുതലായിരിക്കും. പക്ഷെ അതിനെയും അതിജീവിച്ചുകൊണ്ട് മൂന്നാമത്തെ ടേമിൽ അദ്ദേഹം എത്തിയിരിക്കുകയാണ്. ഇത് ചെറിയ കാര്യമല്ല. ഇന്ത്യ പോലത്തെ രാജ്യത്ത് മൂന്നാമതൊരു ടേം കിട്ടാൻ എളുപ്പമല്ല. അപ്പൊ ഇത് മോഡിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു സൗകര്യം മാത്രമല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം മോഡിക്ക് പകരം ആര് എന്നുള്ള വലിയൊരു ചോദ്യമാണ്. BJPയിലെ നേതാക്കന്മാരില്ലെന്നല്ല പറഞ്ഞത്. ഇപ്പൊ തന്നെ പല ആളുകളും പറയുന്ന ഒരു പേര് അമിത്ഷായുടെയാണ്, മറ്റൊന്ന് യോഗി ആദിത്യനാഥിന്റെയാണ്. അങ്ങനെ നേതാക്കന്മാർക്ക് യാതൊരു ക്ഷാമമില്ല. ഇവിടെ ശിവരാജ് സിംഗ് ചൗഹാനെ വേണമെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാം, ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കാം, അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാം, രാജ്നാഥ് സിംഗിനെ പ്രധാനമന്ത്രിയാക്കാം. പക്ഷെ ഇവരെ ആരായാലും നരേന്ദ്രമോദിയുടെ അത്രയും പൊലിമ ഉണ്ടാകുകയില്ല, അല്ലെങ്കിൽ അത്ര തന്നെ ജനസ്വാധീനം ഉണ്ടാകുകയില്ല എന്നുള്ളൊരു സംശയവും ഭയവും BJPയുടെ ലീഡർഷിപ്പിനുണ്ട്. നരേന്ദ്രമോദി ഒഴിയണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന RSSന് പോലും കൃത്യമായിട്ടുള്ളൊരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുകയില്ല. ഇത് ഏതുപോലെ ചോദിച്ചാൽ ഏതാണ്ട് നെഹ്റുവിന് ശേഷം ആര് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോഴല്ല. നെഹ്റു ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് പ്രായാധിക്യം ബാധിക്കുന്നു എന്നൊരു തോന്നൽ ഇന്ത്യക്കാരായ നമുക്കുണ്ടായിരുന്നില്ല, പക്ഷേ വിദേശികൾക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് അമേരിക്കക്കാരൻ്റെ ഒരു പത്രപ്രവർത്തകൻ ഇവിടെ വന്ന് എന്താണ് ഫീൽഡ് സ്റ്റഡി നടത്തിയിട്ടൊരു പുസ്തകം എഴുതി. അതിൽ ആഫ്റ്റർ നെഹ്റു ഹൂ എന്നായിരുന്നു പുസ്തകത്തിൻ്റെ പേര്. നെഹ്റുവിന് ശേഷം ആര്? അദ്ദേഹം കുറേ പേരുകൾ പറഞ്ഞു. ഒന്ന് SK പാട്ടീൽ, പിന്നെ മൊറാർജി ദേശായി, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, പിന്നെ ലഫ്റ്റനന്റ് ജനറൽ കൗൾ. ഇങ്ങനെ, കാരണം ഇവിടെ പട്ടാള വിപ്ലവം ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്. അപ്പം ഇങ്ങനെ 5-8 പേരുടെ പേര് പുള്ളി ഒരു ലിസ്റ്റായിട്ട് കൊടുത്തു. അതിൽ നമുക്കറിയാവുന്ന പോലെ ലാൽ ബഹദൂർ ശാസ്ത്രിക്കാണ് കുറി വീണത്. അദ്ദേഹത്തെക്കാൾ പ്രഗത്ഭരായ ആളുകൾ മന്ത്രിസഭയിലുണ്ടായിരുന്നു, പക്ഷെ ആ സ്ഥലത്ത് എത്തിയത് അദ്ദേഹമാണ്. എന്ന് പറഞ്ഞ പോലെ മോഡിക്ക് ശേഷം ആര്? അതൊരു വലിയ ചോദ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ മോഡി എന്ന് വെച്ചാൽ ഇപ്പോൾ തൽക്കാലം ഇതുപോലെ 75 വയസ്സെന്നുള്ള കടമ്പ കടക്കാൻ പുള്ളിക്ക് പറ്റും. ഒരുപക്ഷെ 80 വയസ്സും കഴിഞ്ഞ് പുള്ളിക്ക് തുടരാം. പക്ഷെ അതിനും അപ്പുറം ഒരു വലിയ ചോദ്യമല്ലേ ഈ കാളിദാസനും കാലത്തിന്റെ ദാസൻ എന്ന് പറഞ്ഞ പോലെ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താണ്, ചിരഞ്ജീവിയല്ലല്ലോ. മാത്രമല്ല ഏതൊരാൾക്കും സംഭവിക്കാവുന്ന പോലെ പ്രായത്തെയും ബുദ്ധിയെയും ആരോഗ്യത്തെയും ഒക്കെ ഇത് ബാധിക്കാം പ്രായം എന്നുള്ളത്. അപ്പം ഇതൊരു ഒരു സാർവലൗകികമായിട്ടുള്ള ഒരു ശാരീരിക പ്രക്രിയയാണ് ഏജിങ് എന്ന് പറഞ്ഞത്, പ്രായമാകൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് വേറൊരാളെ എങ്ങനെ കണ്ടുപിടിക്കണം, ഒരാളെ തയ്യാറാക്കി നിർത്തണം. ഇദ്ദേഹത്തിന് ശേഷം ഈ പാർട്ടിക്ക് നിലനിൽക്കാൻ രാജ്യത്തിൻ്റെ ത്വരിതഗതിയിലുള്ള പ്രയാണത്തെ ഒന്നുകൂടി ഊർജിതമാക്കാനായിട്ട് കഴിവും പ്രാപ്തിയും പ്രാഗൽഭ്യമുള്ള ഒരാൾ ആ സ്ഥാനത്തേക്ക് വരണം. ചെറിയ കാര്യമല്ല.